നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തഴവയിൽ സാമൂഹ്യ വിരുദ്ധാക്രമം. വീടുകൾക്ക് നേരെ ആക്രമണം. 9 വീടുകൾ ആക്രമിച്ചു. കാറും അടിച്ചു തകർത്തു. അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖില. ഷാർജയിൽ മരിച്ച തെക്കുംഭാഗം സ്വദേശി അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. കോടതിയിൽ അതുല്യയുടെ കുടുംബം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്ന് പ്രതിഭാഗം. ഡ്രൈഡേയിൽ മദ്യവിൽപ്പന. കരുനാഗപ്പള്ളിയിൽ 38.5 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. സംഭവത്തിൽ കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര സ്വദേശി സതീഷ് പിടിയിൽ. ശബരിമല സന്നിധിയെ ടൂറിസം കേന്ദ്രമായി മാറ്റാനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെങ്കിൽ എതിർക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ആചാര ലംഘനത്തിനെതിരെ നടത്തിയ സമരങ്ങളിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ റദ്ദു ചെയ്യണമെന്നും ശോഭാ സുരേന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. തഴവിയിൽ സാമൂഹ്യ വിരുദ്ധാക്രമം. വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. 9 വീടുകൾ ആക്രമിക്കപ്പെട്ടു. കാറും അടിച്ചു തകർത്തു. കരുനാഗപ്പള്ളി തഴവയിലാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. 9 വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യവിരുദ്ധർ ആക്രമണം നടത്തിയത്. കാർ ഉൾപ്പെടെ അടിച്ചു തകർത്തു. ലഹരി സംഘമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. തഴവ കുറ്റിപ്പുറം ചന്തയ്ക്ക് സമീപമാണ് സംഭവം. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു കരുനാഗപ്പള്ളി വലിയ തരത്തിലുള്ള മയക്കുമരുന്ന് വിപണനവും അതേപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘം ഓരോ മച്ചാൻ ബ്രോസ്, മച്ചാൻ ബോയ്സ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധരായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. പോലീസും എക്സൈസും ഇക്കാര്യത്തിൽ നിഷ്ക്രിയരാണ്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള നടപടി ഇവരെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഭരിക്കുന്ന പാർട്ടികളുടെ പിന്തുണയോടെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ നടത്തുന്നത്. ഏത് തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും സംരക്ഷിക്കാൻ ഭരിക്കുന്ന പാർട്ടി തന്നെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇവരെ കൊണ്ട് ഇത്തരത്തിൽ ആക്രമണം ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ 7ഓളം വീടുകൾ അടിച്ചു കയർക്കുക, വീട്ടിലുള്ള സ്ത്രീകളെ ഉൾപ്പെടെ ഉപദ്രവിക്കുക, ഇങ്ങനെ ഇത്ര വലിയ, അതായത് ഇരുട്ടിന്റെ മറവിൽ വന്ന് വെളുപ്പംകാലത്തൊക്കെ വീട് ചവിട്ടി തുറന്നകത്ത് കയറി ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ നടത്താനൊക്കെ പോലും ഈ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇവരെ ഒന്ന് നിലക്കി നിർത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് പോലീസ് നിഷ്ക്രിയരായി പോകുന്ന സാഹചര്യം നമുക്കറിയാം. ഏറ്റവും അടുത്ത് തന്നെ കരുനാഗപ്പള്ളിയിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. ആ ക്രിമിനൽ സംഘത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഇങ്ങനെ പോലീസ് സംവിധാനം മാറുന്നത് സമൂഹത്തിനൊട്ടും നല്ലതല്ല. അക്രമി സംഘം ആക്രമണം നടത്തിയത്. മാരകായുധങ്ങളുമായി ഒരു സംഘം യുവാക്കൾ വീടുകൾ തേടിപ്പിടിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന, SHO ബിജു തുടങ്ങിയവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കേസിൽ രാഷ്ട്രീയമല്ല, ലഹരി സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് ASP അഞ്ജലി ഭാവന പറഞ്ഞു. ഇന്നലത്തെ ഇങ്ങനെ ഇവിടെ കുറച്ച് വീടുകൾ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഏരിയയിലെ കുറച്ച് ഈ മയക്കുമരുന്ന് മാഫിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് നടപടികൾ എടുക്കുന്നതാണ്. ഇതിനെ ആരൊക്കെയാണെന്ന് ഉടനെ തന്നെ കണ്ടുപിടിക്കും. അതിൻ്റെ CCTV ദൃശ്യങ്ങളും ശേഖരിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും തന്നെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഏരിയയിൽ പെട്രോളിങ്ങും ശക്തമാക്കും. ഓണത്തോടനുബന്ധിച്ച് ഇങ്ങനെ മയക്കുമരുന്നിൻ്റെ ഒത്തിരി വ്യാപനം നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഇല്ലാതെയുള്ള പോലീസ് പെട്രോളിംഗ് ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതിനകത്തുള്ള കേസ് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയും അതിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അക്രമവുമായി ബന്ധപ്പെട്ട് CCTVകൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്ന് ASP വ്യക്തമാക്കി. ദാരുണമായ ഒരു അവസ്ഥയാണ് ഈ വീട് ഒന്ന് കണ്ടപ്പോൾ. ഇന്ന് വെളുപ്പിനെ 3:30 2 മണിക്ക് ശേഷം 3:30 അകത്ത് വരുന്ന സമയത്ത് 15ഓളം ഗുണ്ടാ സംഘങ്ങൾ, ലഹരി മാഫിയ, ലഹരി ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ വലിയ മാരകായുധങ്ങളുമായി വടിവാളടക്കം കൊണ്ടുവന്ന് 7 വീടുകളാണ് അടിച്ച് തകർക്കപ്പെട്ടിട്ടുള്ളത്. വരുന്ന ഭാഗത്തുള്ള വീടുകളുടെ ഗേറ്റുകൾ മൊത്തം വെട്ടി പൊളിക്കുകയും ചെടിച്ചട്ടി തല്ലിപ്പൊട്ടിക്കുകയും വീടിനകത്ത് കയറി ആൾക്കാരെ ഉപദ്രവിക്കുകയും റോഡ് സൈഡിൽ കിടന്ന വാഹനം, കാറ് വീടിൻ്റെ പോർച്ചിൽ കിടന്നത് അടിച്ചു തകർക്കുകയും വീടിനകത്ത് കയറി മാരകമായിട്ട് ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, അതുപോലെ തന്നെ TV,
എന്തിനു പറയണം, ബാത്റൂമിനകത്തെ ക്ലോസറ്റ് അടക്കം, കിച്ചണിലെ ആഹാരം പാചകം ചെയ്യുന്ന സാധനങ്ങൾ അടക്കം അടിച്ചു തകർത്തിരിക്കുകയാണ് ഈ ഭീകരജീവികൾ. മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് 7ഓളം വീടുകളാണ് 14-ാം വാർഡിൽ ഇന്നലെ രാത്രി തകർക്കപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഉല്ലാസ് പദ്ധതിയുടെ ഭാഗമായുള്ള അക്ഷര കേരളം ജനകീയ ഡിജിറ്റൽ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം പടിഞ്ഞാറേക്കല്ലടയിൽ നടത്തി. സംസ്ഥാനത്തെ പരിപൂർണ സാക്ഷരതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷരതാ മിഷൻ അതോറിറ്റിയാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഗ്രാമപ്രദേശത്ത് അല്ലയോ? ഇത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ എല്ലാം പേരാണ്. മോൻ്റെ പേരെന്താ? മാധവ. അതാ ചെയ്യുന്നത് കേട്ടോ. വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനമെന്ന നിലയിൽ പഠിതാക്കളെ ഡിജിറ്റൽ സർവേയിലൂടെ കണ്ടെത്തും. 15 വയസ്സിനുമേൽ പ്രായമുള്ള 8000 നിരക്ഷരരെ ഡിജിറ്റൽ സർവേയിലൂടെ കണ്ടെത്തി പ്രേരകന്മാരുടെയും വോളണ്ടറി ടീച്ചർമാരുടെയും നേതൃത്വത്തിൽ ക്ലാസുകൾ നൽകി സാക്ഷരരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉല്ലാസ് പദ്ധതിയുടെ ഭാഗമായുള്ള അക്ഷര കേരളം ജനകീയ ഡിജിറ്റൽ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം പടിഞ്ഞാറേക്കല്ലടയിൽ നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തുല്യതാ പരീക്ഷ എന്നൊരു സമ്പ്രദായം ഏർപ്പെടുത്തി. അതായത് സ്കൂളിൽ 1-ാം ക്ലാസ് പാസ്സാവുന്നത് പോലെ അതിന് തുല്യമായ സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ 4-ാം ക്ലാസ്സിന് തുല്യതാ പരീക്ഷ നടത്താം. അപ്പോൾ 4-ാം ക്ലാസ് കുറേയധികം ആളുകൾ പാസ്സായി. 4-ാം ക്ലാസ് പാസ്സായ എത്ര വയസ്സുള്ളവരൊക്കെയാണ് നോക്കണം. ഒരു 4-5 കൊല്ലം മുമ്പ് കുണ്ടറയിൽ ഞങ്ങൾ ആദരിക്കാൻ പോയത് 104 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി 4-ാം ക്ലാസ് പാസ്സായി എന്നുള്ളതാണ്. അപ്പോൾ അമ്മച്ചി എത്ര വയസ്സിലാണ് 1-ാം ക്ലാസ് 4-ാം ക്ലാസ് പരീക്ഷ എഴുതി നോക്കി. 104-ാമത്തെ വയസ്സിൽ 4-ാം ക്ലാസ് പരീക്ഷ എഴുതി. പിന്നെ അതിനേക്കാൾ പ്രായമുള്ള ഒരാൾ കേരളത്തിൽ വേറെ ഇല്ലല്ലോ. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാൾക്ക് 4-ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവരെ കേന്ദ്ര ഗവൺമെന്റ് ആദരിക്കുകയൊക്കെ ചെയ്യും. രാഷ്ട്രപതിയുടെ ആദരവൊക്കെ ആ വനിതയ്ക്ക് കിട്ടിയ ഒരു അടുത്ത കാലത്ത് മരിച്ചു. അവരുടെ പേര് ഭാഗീരഥി അമ്മ എന്നാണ്. ഞങ്ങളവിടെ കളക്ടറൊക്കെ ആയിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി ഭാഗീരഥി അമ്മ എന്ന് തന്നെ എഴുതി കാണിച്ചു. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത അടിസ്ഥാന സാക്ഷരതാ പദ്ധതി, അതിന്റെ പേര് കൊടുത്തിരിക്കുന്ന ഉല്ലാസ് എന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാക്ഷരതാ പ്രസ്ഥാനം നാടാണ് നമ്മുടേത്. ആദ്യമായി ഒരു സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. പക്ഷേ തുടർ സാക്ഷരതയ്ക്കായി തുടർ പഠന കേന്ദ്രങ്ങളുണ്ട്, പ്രേരകന്മാരുണ്ട്. അവർ ഒട്ടേറെ ആളുകളെ തുടർന്ന് ഡിഗ്രിക്കാരും ഒക്കെയാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും സാക്ഷരതാ രംഗത്തേക്ക് വരാത്ത കുറേ ആളുകളെങ്കിലും ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് ഈ ഉല്ലാസ് എന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഇവിടെയാണ് എന്ന് ഇതിൻ്റെ ജില്ലാ കോർഡിനേറ്ററും അസിസ്റ്റന്റ് കോർഡിനേറ്ററും എല്ലാം നമ്മളോട് പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് എൽ സുധ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രതീഷ് പ്രേരകന്മാരെ ആദരിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ടോജോ ജേക്കബ് പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബി സജീവ് സർവേ പരിശീലനം നൽകി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുധീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ അംബികാകുമാരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാലയം ശിവരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ ഷാജഹാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ റജീല, ലൈല ബീബി, ടി ശിവരാജൻ, എസ് ഷീലാകുമാരി, എസ് സിന്ധു, ബി ത്രിദീപ് കുമാർ, എൻ ഓമനക്കുട്ടൻ പിള്ള, എൻ ശിവാനന്ദൻ, സുനിത ദാസ്, പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ദിലീപ്, ബി അനിൽകുമാർ, ശങ്കരപിള്ള, കരീപ്രൻ രാജേന്ദ്രൻ, വിജയ നിർമ്മല, ബി രതിയമ്മ, രാധാമണി തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഡ്രൈ ഡേയിൽ മദ്യവിൽപ്പന. കരുനാഗപ്പള്ളിയിൽ 38.5 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര സ്വദേശി സതീഷാണ് പിടിയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് പാർട്ടി നടത്തിയ റെയ്ഡിലാണ് വൻ മദ്യശേഖരം പിടികൂടിയത്. സംഭവത്തിൽ ഒരാൾ പിടിയിലായി. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര തെക്കുമുറിയിൽ മൂപ്പന്റെയത്ത് വീട്ടിൽ സതീഷാണ് അറസ്റ്റിലായത്. 77 കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 38.5 ലിറ്റർ മദ്യവും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. കരുനാഗപ്പള്ളി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ഡ്രൈ ഡേയും ഓണവിപണിയും ലക്ഷ്യമിട്ടാണ് വൻതോതിൽ ഇയാൾ മദ്യം ശേഖരിച്ച് വിൽപ്പന നടത്തിയത്. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എസ് ലതീഷിനൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എസ് ഉണ്ണികൃഷ്ണപിള്ള, എബിമോൻ കെ.വി, സീനിയർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബി അൻസാർ, ബി ദിലീപ് കുമാർ, എസ് കിഷോർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വി മോളി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡ്രൈവർ അബ്ദുൾ മനാഫ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാവേലിക്കര നാലുമുക്കിൽ അപകടം സൃഷ്ടിച്ച സ്വകാര്യ ബസിനെതിരെ പോലീസ് കേസെടുത്തു. റോഡിൽ സ്ഥലം ഏറെയുണ്ടായിട്ടും അപകടം സൃഷ്ടിച്ച സ്വകാര്യ ബസിനെതിരെയാണ് കേസെടുത്തത്. അനിഴം എന്ന സ്വകാര്യ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. മാവേലിക്കര മാങ്കാങ്കുഴി നാലുമുക്കിന് സമീപമായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് റോഡിൽ ഏറെ സ്ഥലമുണ്ടായിട്ടും ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. ഓട്ടോറിക്ഷ ഡ്രൈവർ വെട്ടിയാർ മോഡിയിൽ സജി, യാത്രക്കാരായ വെട്ടിയാർ ശ്രീനന്ദനത്തിൽ നിർമ്മൽ ചന്ദ്രൻ, ജിജി, ശ്രീനാഥ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. അപകടം ഉണ്ടാക്കിയ സ്വകാര്യ ബസ് നിർത്താതെ പോവുകയായിരുന്നു. ഓട്ടോറിക്ഷ മറിഞ്ഞ് നിയന്ത്രണം വിട്ട റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറുകയായിരുന്നു. സംഭവത്തിൽ കുറത്തിക്കാട് പോലീസാണ് കേസെടുത്തത്. മനുഷ്യജീവന് അപകടം ഉണ്ടാക്കത്തക്ക തരത്തിൽ വാഹനം ഓടിച്ചതിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖില. സംഭവത്തിന്റെ തലേ ദിവസവും വീട്ടിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് മടങ്ങിയത്. എന്ത് കാര്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാണ് പറഞ്ഞിരുന്നതെന്നും അഖില പറഞ്ഞു. ഇതേസമയം ഷാർജയിൽ മരിച്ച തെക്കുംഭാഗം സ്വദേശി അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കോടതിയിൽ അതുല്യയുടെ കുടുംബം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം തലേ ദിവസം വരെ വീട്ടിൽ വന്ന് അത്രയും സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് പോയ ഒരാൾ പിറ്റേ ദിവസം ഇല്ലെന്ന് എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും വിളിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അങ്ങനെ ഒരാൾ കോൾ ചെയ്തത് പോലും ഇല്ല, ആർക്കും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ നമുക്കറിയത്തില്ല. അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖില പറഞ്ഞു. തലേ ദിവസവും വീട്ടിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് പോയത്. ഒരു വിഷമവും അന്ന് ചേച്ചിക്കില്ല. ലാസ്റ്റ് പോകുന്ന സമയത്തും ചിരിച്ച് കളിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അവിടുത്തെ ജോലിക്ക് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് പോയ ഒരാൾ, ഡ്രസ്സ് വാങ്ങിച്ച് ബാഗൊക്കെ വാങ്ങിച്ച് പോയ ഒരാൾ, അതൊരു പ്രതീക്ഷയാണ്. പിറ്റേന്ന് ഇനി എന്ത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായാലും പുതിയൊരു ജോലിക്ക് കയറുന്ന ആ ആള് ഈ 11 വർഷം സഹിച്ചിട്ട് അന്നത്തെ രാത്രി അത് ചെയ്യൂ. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാണ് പറഞ്ഞിരുന്നത്. ആ തന്നെ ചേച്ചി വിളിച്ചില്ല. ഇവർ തമ്മിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. മുമ്പ് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ചേച്ചി അയാൾ അടിച്ചതിന്റെ പാട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇത്രയും സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അതിനു മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവർ തമ്മിലുണ്ടായ ഇഷ്യൂവിനെ ചൊല്ലി ചേച്ചിയെ അടിച്ചതിന്റെ പാടുകൾ എന്നെ കാണിച്ചിരുന്നു. 2 കൈയുടെ ഈ സൈഡിലായിട്ട് നല്ല പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അടിച്ചിരുന്ന കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു. അല്ലാതെ വേറെ അന്നേരം വന്ന ദിവസം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ പഴയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്ര ഹാപ്പി ആയിരുന്നു. ഇതുവരെ ഞങ്ങളുടെ വീട്ടുകാരും ഇത്രയൊക്കെ ചേച്ചി സഹിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇത്രയും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറയുന്നതല്ലാതെ ഈ വീഡിയോസൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അത് കാണുമ്പോൾ അതിനകത്ത് അയാൾ എത്രത്തോളം എൻ്റെ ചേച്ചി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആ വീഡിയോസിൽ നിന്ന് മനസ്സിലാവും. അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുപ്പിയെടുത്ത് വെച്ച് കഴിക്കുമെന്ന് കുഞ്ഞു തന്നെ പറയുന്നുണ്ട്. ടച്ചിങ്സ് ഒക്കെ പുള്ളി ഓർഡർ ചെയ്ത് കഴിക്കും. ചേച്ചിയോടും കുഞ്ഞിനോടും എന്ത് ആഹാരം വേണമെന്ന് പോലും ചോദിക്കില്ല. അച്ഛന് തന്നോട് സ്നേഹമുണ്ടായിരുന്നില്ലെന്ന് മകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മകളോടില്ലാത്ത എന്തു സ്നേഹമാണ് ഭാര്യയോട് കാണിക്കുന്നതെന്നും സഹോദരി അഖില ചോദിച്ചു.
അതിനകത്ത് തന്നെ അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, 1 മാസം സാലറി മതി കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ, ഇവിടുന്ന് ഷാർജയിലോട്ട് പോകത്തില്ല. എന്ന് വെച്ചാൽ ഷാർജയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ചേച്ചി എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അപ്പം അങ്ങോട്ട് പോലും പോകത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ, നിന്നെ കൊല്ലും, കൊല വിളിക്കും എന്നൊക്കെ ഒരു വ്യക്തി പറയുമ്പം ഇത്രയും തെളിവുകൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കും എൻ്റെ ചേച്ചി ഇത് ചെയ്യുന്നത്? ഇതേസമയം ഷാർജയിൽ മരിച്ച അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യം അതുല്യയുടെ കുടുംബം കോടതിയിൽ ഹാജരാക്കി. നീ ഷാർജയിലും പോകത്തില്ല, നീ ഇവിടുന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീഷ പറഞ്ഞു, നീ എവിടെ പോകും, നീ എവിടെ നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ ജയിലിൽ കിടക്കും. അല്ലെ എനിക്ക് ജയിലിൽ കിടക്കാൻ ഞാൻ സ്വയം സൃഷ്ടിച്ചത് ഈ മതി. ഞാൻ ജീവിതത്തെ അന്തസ്ഥാനത്ത് ആഘോഷിച്ചതാണ്. പീഡനവും അസഭ്യവും പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയും അതുല്യയ്ക്ക് മർദ്ദനമേറ്റു. മേശയ്ക്ക് ചുറ്റും അതുല്യയെ ഓടിക്കുന്നതും അടിക്കുന്നതും മർദ്ദനമേറ്റ് അതുല്യ കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ജീവിതത്തില്ല നീ ആർക്കും വേണ്ടി ജീവിതത്തില്ല. അല്ലെങ്കിൽ നിനക്ക് ഞാൻ കൊട്ടയം കൊടുക്കും നിന്നെ തീർക്കാൻ വേണ്ടി. എനിക്ക് 1 മാസം പൈസ വേണം, എനിക്ക് കൊട്ടയം കൊടുക്കാൻ വേണ്ടി, ഞാൻ തീർക്കാൻ വേണ്ടി. എനിക്കാരെ കാണിക്കാനുള്ള എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ 10 വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ വീഡിയോയിൽ പറയുന്നതും കേൾക്കാം. UAEയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷ് ശങ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. സതീഷിന്റെ ഗാർഹിക മാനസിക പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതി. ഇതേസമയം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. ലഹരിക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയുള്ള പരിശോധനകൾ കർശനമാക്കി. ജാക്ക് റേസിന് ഇനത്തിൽപ്പെട്ട സ്ലീപ്പർ ഡോഗിന്റെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ പരിശോധന നടത്തി. ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള ലഹരികടത്ത് തടയുന്നതിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ടയിലും പരിസരത്തും ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പരിശോധന ശക്തമാക്കിയത്. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ലഹരി മരുന്നുകൾ മണത്ത് കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ജാക്ക് റേസിൽ ഇനത്തിൽപ്പെട്ട സ്ലീപ്പർ ഡോഗാണ് പരിശോധന നടത്തുന്നത്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎസ്പി മുകേഷ് ജിബിയുടെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. യാത്രക്കാരുടെ ബാഗുകളും ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു. വരും ദിവസങ്ങളിൽ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ്, കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പ്രധാന സ്ഥലങ്ങളിലെല്ലാം പരിശോധനയുണ്ടാകുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ കീഴിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കേനയൻ സ്ക്വാഡിനെ ഉപയോഗിച്ച് കേരള പോലീസിൻ്റെ കേനയൻ സ്ക്വാഡിലെ ജാക്ക് റസൽ എന്ന ഇനത്തിൽപ്പെട്ട സ്നിഫർ ഡോഗാണത്. ഇത് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു നായയാണ്. ആ നായയുടെ പരിശീലനം, ആ നായയുടെ നേതൃത്വത്തിൽ നമ്മൾ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ കുണ്ടറ, പിന്നെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ പ്രധാനപ്പെട്ട ജനങ്ങൾ യാത്രയ്ക്ക് പോകുന്ന ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചെക്കിങ്, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെ നോട്ടോറിയസ് ആയിട്ടുള്ള ഇത്തരം വിൽപ്പനക്കാരുടെ വീടുകളിലുമൊക്കെ ഈ നായയെ ഉപയോഗിച്ചുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ശക്തമായിട്ട് തന്നെ നടത്താനുള്ള ഒരു പരിപാടിയാണ്. ഓണക്കാലത്തോടനുബന്ധിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് കടത്തുന്നത് പതിവാണ്. ഇത് പൂർണ്ണമായും തടയുകയാണ് ലക്ഷ്യം. ലഹരി മരുന്ന് കേസുകളിൽ പ്രതികളായിട്ടുള്ളവരുടെ വീടുകളിലും ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓണം വരവറിയിച്ച് കരടികളി മത്സരം നടത്തി. കോവൂർദി കേരള ലൈബ്രറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കരടികളി മത്സരം നടത്തിയത്. ഓണത്തിന്റെ വരവറിയിച്ചാണ് കോവൂർ ദി കേരള ലൈബ്രറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കരടികളി മത്സരം സംഘടിപ്പിച്ചത്. 100 കണക്കിന് പേരാണ് ഓണം വരവറിയിച്ച് കരടികളി മത്സരത്തിൽ പങ്കാളികളാകാനെത്തിയത്. കരടികളിയുടെ പാട്ടുകളും താളങ്ങളും പുതുതലമുറയ്ക്കും പുതിയ അനുഭവമാണ് സമ്മാനിച്ചത്.
കോവൂർ കുഞ്ഞുമോൻ MLAയും കരടികളി സംഘത്തിനൊപ്പം ചേർന്നു. കരടികളി മത്സരങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പേർ കരടിപ്പാട്ട് പാടിയിട്ടുണ്ട്, കരടിപ്പാട്ട് രചിച്ചിട്ടുണ്ട്. ആ രചയിതാക്കളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു പാലോല് വാദ്യ എന്ന പ്രാചീന കവി. അതിനുശേഷം മണക്കാട്ട് കണ്ണൻ പിള്ള പോലുള്ള കവികളും കരടിപ്പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. മനോഹരമായ അത്തരം താളവും മേളവും നന്നായി ആകർഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് കേരളത്തിന്റെ തനത് സംസ്കാരമായിട്ട്. നടൻ പ്രമോദ് വെളിയനാട് മുഖ്യാതിഥിയായിരുന്നു. ഈ സന്തോഷം നിങ്ങൾ ഒരു കാര്യം മറക്കുക, ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ പോലും ഇത്ര ആളിപ്പോ. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് നേരിട്ട് കാണുന്ന കലയാണ്. കല ഈ സ്റ്റേജ് കല അല്ലെങ്കിൽ ഇതുപോലുള്ള കലകൾ പ്രേക്ഷകരുമായി നേരിട്ട് സംബന്ധിക്കുന്ന. ഞാനിപ്പം നിൽക്കുന്ന സിനിമ സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മൾ ആ ക്യാമറ കട്ട് പറയുന്ന വരെ ഉള്ളു കാണുന്നു. അത് എവിടെ തീർന്നു. പിന്നെ ആ സിനിമ ഇറങ്ങിയപ്പോൾ കുറച്ച് പോപ്പുലാരിറ്റി കിട്ടുമെന്നുള്ള സത്യമാണ്. അല്ലാതെ വേറെ ഒന്നും ഞാനതിനകത്തൊന്നും ആഗ്രഹിക്കുന്നത്. സാമ്പത്തികം കിട്ടുന്നു, പോപ്പുലാരിറ്റി കിട്ടുന്നു. പക്ഷേ ഇങ്ങനെ ഇതുപോലുള്ള കലാരൂപങ്ങൾ നിന്ന് പോയാൽ ഇവിടുത്തെ സംസ്കാരത്തെയാണ് അത് ബാധിക്കുന്നത്. എസ് ശശികുമാർ, കൊച്ചുവേലു മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കോട പിടികൂടി. പടിഞ്ഞാറേക്കല്ലട വിളന്തറയ്ക്ക് സമീപമാണ് കോട കണ്ടെത്തിയത്. കുന്നത്തൂർ എക്സൈസ് സംഘമാണ് കോട പിടികൂടിയത്. പടിഞ്ഞാറേക്കല്ലട വിളന്തറ ചക്കുളം ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തെ ഏലായിക്ക് സമീപത്തു നിന്നുമാണ് കോട പിടികൂടിയത്. കുന്നത്തൂർ എക്സൈസ് ഇൻസ്പെക്ടർ S സൂര്യയും സംഘവുമാണ് പൊന്തക്കാട്ടിൽ നിന്നും 2 കുടങ്ങളിലായി ഒളിപ്പിച്ച നിലയിൽ 40 ലിറ്റർ കോട കണ്ടെത്തിയത്. അന്വേഷണ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ S സജീവകുമാർ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ S സന്തോഷ്, A അജയൻ, CEO S സുധീഷ് എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പന്നിശ്ശേരി നാണുപിള്ളയുടെ സമാധി ദിനവും നിഴൽക്കൂത്ത് ആട്ടക്കഥയുടെ 100ാം വാർഷികവും കരുനാഗപ്പള്ളിയിൽ നടത്തി. ഇതിന്റെ ഭാഗമായി സെമിനാറും സംഘടിപ്പിച്ചു. നിഴൽക്കുത്തിയ 100 വർഷങ്ങൾ എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത്. പന്നിശ്ശേരി നാണുപിള്ളയുടെ 83ാമത് സമാധി വാർഷിക ദിനവും നിഴൽക്കുത്ത് ആട്ടക്കഥയുടെ 100ാം വാർഷികവുമാണ് മരുതൂർ കുളങ്ങര പന്നിശ്ശേരി നാണുപിള്ള സമാധി മണ്ഡപത്തിൽ സംഘടിപ്പിച്ചത്. നിഴൽ കുത്തിയ 100 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. 3500-4000 വർഷം പഴക്കമുള്ള ക്ലാസിക്കൽ കലകൾ, അതുപോലെ തന്നെ കൂടിയാട്ടം 2000 വർഷത്തിലേറെ പഴക്കമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രചാരം ഇതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് കഥകളി ഉണ്ടായിരിക്കുന്നത്. കഥകളി എന്ന് പറയുമ്പം ഇതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ രൂപമാണ്. അന്നത്തെ കാലത്ത് അത് മോസ്റ്റ് മോഡേൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കഥകളിക്കാണ് ശരിക്കും ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായത് നമ്മുടെ ക്ലാസിക്കൽ കലകൾ കേരളത്തിൽ. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തമാണ്, ആവശ്യമാണ്. പന്നിശ്ശേരി സ്മാരക കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് ചിറക്കൽ ശ്രീഹരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീനിവാസൻ IAS മുഖ്യപ്രഭാഷണം നടത്തി. ജ്ഞാനിയായ മനുഷ്യന്റെ അഹങ്കാരമാകുന്ന ദുർമതം അത് അവസാനിപ്പിക്കുവാനായി ഞാൻ ഭൂമിയിൽ അല്ലെങ്കിൽ കാലടി എന്ന സ്ഥലത്ത് ഒരു ബ്രാഹ്മണ ബാലനായി ജനിക്കുവാൻ പോകുന്നു എന്ന് പരമശിവൻ പാർവതിയോട് പറയുന്നു. അങ്ങനെ ആ ജന്മമെടുക്കുന്ന ആ ബാലൻ അമ്മയുടെ അനുവാദം വാങ്ങി സന്യാസം സ്വീകരിച്ച് അതിന് വേദാന്തങ്ങൾ മുഴുവൻ പഠിച്ച് കാശിക്ക് പോകുമ്പോൾ പന്നിശ്ശേരി സ്മാരക കഥകളി ക്ലബ്ബ് മുഖ്യരക്ഷാധികാരി കുരുമ്പോലിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് മുഖ്യ അതിഥിയായിരുന്നു. രാജൻ മണപ്പള്ളി അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. രവി മൈനാഗപ്പള്ളി, മാവേലിക്കര ഗോപകുമാർ, മഠത്തിൽ മനോജ് എന്നിവർ പങ്കെടുത്തു. കഥകളി നടൻ ഫാക്ട് മോഹന് പന്നിശ്ശേരി നാണുപിള്ള സ്മാരക തൗര്യത്രികം പുരസ്കാരവും ആട്ടക്കഥാകൃത്ത് ഡോക്ടർ രാജശേഖരൻ P വൈക്കത്തിന് ഗീത സാരസ്വത പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. പന്മന പനേനാർകാവ് സ്വദേശി ഷംസുദ്ദീന്റെ ചികിത്സയ്ക്കായാണ് ധനസമാഹരണം നടത്തുന്നത്. ഇതിനായാണ് സഹായ സമിതി രൂപീകരിച്ചത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച ചികിത്സയിലാണ് ഷംസുദ്ദീൻ. ഞങ്ങൾ കൂലിവേല ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇതിനായി കിടക്കുന്നത് കൊണ്ട് സഹായിക്കണം. പന്മന വടക്കുംതല പനയന്നർകാവ് 3-ാം വാർഡിൽ മാലിപ്പടിയിറ്റതിൽ ഷംസുദ്ദീനാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഭാരിച്ച ചെലവാണ് വേണ്ടിവരുന്നത്. ഈ സാഹചര്യത്തിലാണ് ചികിത്സാ ധനസഹായ സമിതി രൂപീകരിച്ചത്. അടിയന്തരമായിട്ട് ചികിത്സ, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ വേണ്ടിവരും. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കട്ടിലിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പം പാലിയേറ്റീവ് ചികിത്സയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയ അടക്കമുള്ള ശാസ്ത്രവിദ്യ അനുസരിച്ചിട്ടുള്ള ചികിത്സകൾ നൽകേണ്ടി വരും. ഭാരിച്ച തുകയാണ് ഇതിനു വേണ്ടിയിട്ട് ഡോക്ടർമാരെല്ലാം പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു കമ്മിറ്റി കൂടിയിട്ട് അതിലൊരു അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള എല്ലാ ജനങ്ങളും നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായങ്ങൾ നൽകിക്കൊണ്ട് ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് കണ്ടുകൊണ്ട് കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സഹായിക്കണമെന്ന് വിനീതമായി ഈ നാടിൻ്റെ ഒട്ടാകെയുള്ള ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. സഹായിക്കുക. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല എന്നിവർ രക്ഷാധികാരികളായും, മല്ലയിൽ അബ്ദുൾ സമദിനെ ചെയർമാനായും, തടത്തിൽ ഇസ്മയിൽ, അബ്ദുൾ സലാം വലിയ വീട്ടിൽ എന്നിവരെ കൺവീനർമാരായുമായാണ് ചികിത്സാ ധനസഹായ സമിതി രൂപീകരിച്ചത്. ഒരു നാടിൻ്റെ ആകെയുള്ള ഒരു പ്രാർത്ഥനയും പരിശ്രമവുമാണ് ഒരു കുടുംബത്തെ സഹായിക്കാനുള്ളത്. 2 പെൺമക്കൾ മാത്രമുള്ള ഒരു കുടുംബം സ്വന്തമായി വീടും സ്ഥലവും ഒന്നുമില്ലാതെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ആ കുടുംബത്തെ ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ ഷംസുദ്ദീൻ എന്ന അദ്ദേഹത്തിന് ബാധിക്കുകയും ആ കുടുംബം ആകെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ബുദ്ധിമുട്ടിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ബ്രെയിൻ ട്യൂമർ ചെയ്യാൻ അടിയന്തരമായി ശസ്ത്രക്രിയ ആവശ്യമായി വരുമ്പോൾ അതിന് ഭീമമായൊരു തുകയാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. എല്ലാവരും കൂടി പരമാവധി പരിശ്രമിച്ചാൽ പോലും ഈ കുടുംബത്തെ പൂർണ്ണമായി സഹായിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് മറ്റുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നത്. ജെ അനിൽ, സി അനിൽ, അബ്ദുൾ റഷീദ്, അമീർ, അബ്ദുൾ റഷീദ്, അഷറഫ്, അബ്ദുൾ സലാം, അബ്ദുൾ സമദ്, സലീം, ജമാൽ കുറ്റിവട്ടം, യൂസഫ് കുഞ്ഞ് എന്നിവരടങ്ങുന്നതാണ് ചികിത്സാ ധനസഹായ കമ്മിറ്റി. മാലിപ്പടിയിറ്റതിൽ ശ്രീ ഷംസുദ്ദീൻ ഗുരുതരമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഭാരിച്ച ഒരു തുക വേണം. ജമാഅത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങളൊരു തുക സമാഹരിച്ച് അദ്ദേഹത്തിന് നൽകിയെങ്കിലും അതുകൊണ്ടൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ പോലും കിട്ടാത്ത അവർ വളരെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റമാണ്. അവരെ ഒന്ന് സഹായിച്ചാൽ പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് നല്ല കൂലി കിട്ടും. നമ്മളെല്ലാവരും മനുഷ്യ സ്നേഹികളാണ്. നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസക്കാലം കൊണ്ട് അവരുടെ കയ്യിൽ ഒരു സമ്പാദ്യമില്ല, ഒരു ഷെഡ് വാടകയ്ക്കാണ്. പിന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം സഹായിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരും ബന്ധുക്കളായാലും മറ്റുള്ളവരായാലും സഹായിക്കാൻ അവരെയും നിവൃത്തിയില്ല, ആരും സഹായിക്കാനില്ല. ആ തരത്തിൽ നമ്മുടെ ജനങ്ങളായ നമ്മുടെ നാട്ടുപ്രദേശക്കാരായ അവർ ആ മുക്കുന്ന സഹായങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് വരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും ആ ഒരു സഹായം നമുക്ക് പറ്റുന്നില്ല. ആ സഹായം കൊണ്ട് മുന്നോട്ടുള്ള ജീവിതം, മുന്നോട്ടുള്ള ചികിത്സയ്ക്കായാലും പറ്റുന്നില്ല. ഷംസുദ്ദീന്റെ ഭാര്യ സക്കീനയുടെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപ്പള്ളിക്കോട്ട ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ സഹപ്രവർത്തകരും മറ്റു എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞത്. ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ സഹായങ്ങൾ പോരാതെ വരികയും അതിന് നിങ്ങളുടെ നാട്ടുകാരായ നല്ലവരായ നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് സഹായിക്കാൻ കഴിയുന്നത് സഹായിച്ച് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്നും മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. ശബരിമല സന്നിധിയെ ടൂറിസം കേന്ദ്രമായി മാറ്റാനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെങ്കിൽ എതിർക്കാൻ വിശ്വാസി സമൂഹമുണ്ടെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ആചാര ലംഘനത്തിനെതിരെ നടത്തിയ സമരങ്ങളിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ റദ്ദു ചെയ്യണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു.
ആഗോള അയ്യപ്പ സംഗമത്തിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിച്ചാൽ നടക്കാൻ പോകുന്നില്ല. ശബരിമല സന്നിധിയെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്ലാനാണെങ്കിൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹമുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് പറഞ്ഞു. ഇതിനകത്ത് ഗൂഢതന്ത്രം മെനഞ്ഞ് ശബരിമല സന്നിധിയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്ലാനാണ് എങ്കിൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹമുണ്ടാകും. തീർച്ചയായിട്ടും സാമുദായിക നേതൃത്വം വരെ പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പന്മാരെ സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ശബരിമല അയ്യനോടുള്ള സ്നേഹവും അതിലേറെ ആചാരാനുഷ്ഠാന പദ്ധതിയോടുള്ള കടപ്പാടുമാണ് എന്നുള്ള ബോധ്യം ദേവസ്വം വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ടാകണം എന്ന് ഞങ്ങൾ ഭക്തർ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞകാല കേരളത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ വെല്ലുവിളിച്ച് തകർത്തെറിയാൻ പരിശ്രമിച്ച് ആചാരലംഘനം നടത്തിയ ഒരു സർക്കാർ ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി സംഗമം നടത്തുകയാണ്. ആചാര ലംഘനത്തിനെതിരെ നടന്ന സമരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾക്കെതിരെ കേസുകൾ എടുത്തു. ആ കേസുകളെല്ലാം റദ്ദു ചെയ്യണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് കേസുകൾ ഓരോ വ്യക്തികളുടെ പേരിലും ആ കാലഘട്ടത്തിൽ എടുത്തിരുന്നു. ഇന്നും അത് കേരളത്തിലുണ്ട്. ആ കേസുകളെല്ലാം തന്നെ കോഷ് ചെയ്ത് കളഞ്ഞ് കേസുകളെല്ലാം റദ്ദു ചെയ്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളത് നേരത്തെയും പറഞ്ഞിരുന്നു. വീണ്ടും ആ സ്റ്റേറ്റ്മെന്റിനെ ആവർത്തിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം. സൗത്ത് വിഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഓണസദ്യയും ഒരുക്കി. കേരള വിഷൻ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷനായ സൗത്ത് വിഷനിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സൗത്ത് വിഷൻ മാനേജിംഗ് ഡയറക്ടറും COA സംസ്ഥാന ട്രഷററുമായ ബിനു ശിവദാസ് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നമ്മളൊരു കുടുംബവുമായി മാറ്റമില്ലാതെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പിള്ളേരൊക്കെ വളരെ സജീവമായി ഇന്ന് ചെയ്തതാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. സൗത്ത് വിഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരൊറ്റ കുടുംബമാണ്. ഓപ്പറേറ്ററെന്നോ അല്ലെങ്കിൽ ജീവനക്കാരെന്നോ ഉള്ള ഒരു വേർതിരിവ് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചില്ല. അതിന് തീർച്ചയായും നമ്മുടെ സ്ഥാപനത്തിൽ ഓരോ ദിവസവും ഉള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ ആദ്യത്തെ ഓണമാണ്. നമ്മളെല്ലാവരും കൂടെ കൂടുന്ന ആദ്യത്തെ ഓണമാണ്. ഇതുപോലെ ഒരു 100 ഓണം നിങ്ങളുടെ കൂടെ എനിക്ക് കൂടെ പറ്റട്ടെ. എല്ലാവരുടെ അനുഭവത്തോടും കൂടി സൗത്ത് വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, COA ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സൗത്ത് വിഷൻ ജീവനക്കാർ എന്നിവർ ആഘോഷത്തിന്റെ ഭാഗമായി. പൂക്കളമൊരുക്കിയും ഓണസദ്യ ഒരുക്കിയുമാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വടംവലി മത്സരവും കലാകായിക മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. തഴവിയിൽ സാമൂഹ്യവിരുദ്ധ ആക്രമണം. വീടുകൾക്ക് നേരെ ആക്രമണം. 9 വീടുകൾ ആക്രമിച്ചു. കാറും അടിച്ചു തകർത്തു. അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖില. ഷാർജയിൽ മരിച്ച തെക്കുംഭാഗം സ്വദേശി അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. കോടതിയിൽ അതുല്യയുടെ കുടുംബം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്ന് പ്രതിഭാഗം. ഡ്രൈഡേയിൽ മദ്യവിൽപ്പന. കരുനാഗപ്പള്ളിയിൽ 38.5 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. സംഭവത്തിൽ കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര സ്വദേശി സതീഷ് പിടിയിൽ. ശബരിമല സന്നിധിയെ ടൂറിസം കേന്ദ്രമായി മാറ്റാനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെങ്കിൽ എതിർക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ആചാര ലംഘനത്തിനെതിരെ നടത്തിയ സമരങ്ങളിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ റദ്ദു ചെയ്യണമെന്നും ശോഭാ സുരേന്ദ്രൻ.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.